students, welcome to Varanda Rise YouTube class. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 4th വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് SSC, RRB അതുപോലെ ബാങ്ക് PSC ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ പറയാം. നിങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയറൻസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസംബർ 4th വീക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആസ് പെർ ദി ടേറ്റ് അറ്റ്ലസ് വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് ക്യുസൈൻസ്? 4 ഓപ്ഷൻസ് ഉണ്ട്. 5th, 7th, 9th, 11th. ഇന്ത്യയുടെ റാങ്ക് ബെസ്റ്റ് ക്യുസൈൻസിൽ എത്രാമതാണ് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാ ആൻസർ എന്ന് പറയുന്നത്? 5th ആണ് കേട്ടോ. 5th. ഇന്ത്യയുടെ പൊസിഷൻ എത്രാമതാണ് റാങ്ക് കിടക്കുന്നത്? ഇന്ത്യക്ക് 5ാമതാണ് റാങ്ക് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഈ ഒരു 4th വീക്കിൽ വന്നിട്ടുള്ള ഒരു 4 ഇമ്പോർട്ടൻ്റ് റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ ഷാറൂഖ് ഖാൻ ഉണ്ടല്ലോ, ഷാറൂഖ് ഖാൻ, അദ്ദേഹമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ആക്ടർ. എവിടെ? പ്രസ്റ്റീജിയസ് ബ്രിട്ടീഷ് മാഗസിൻ്റെ ലിസ്റ്റ് ഓഫ് 50 ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഇൻ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആണ് ആരെന്ന് വിളിക്കുന്നത്? ഫസ്റ്റ് ഇന്ത്യൻ ആക്ടർ ആണ് ആരത്? അദ്ദേഹം ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത്. ഷാറൂഖ് ഖാൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നോക്കേ, ഇന്ത്യയുടെ ബാഡ്മിന്റൺ സ്റ്റാർ ആയിട്ടുള്ള PV സിന്ധു ഈസ് ദ only player in the top 25. കണ്ടോ? only player in the top 25 in Forbes annual list of highest paid female athletes in the world. ലോകത്തിലെ ഹയസ്റ്റ് പെയ്ഡ് ഫീമെയിൽ അത്ലറ്റ്സിൽ ടോപ്പ് 25 വന്നിരിക്കുന്ന ഫസ്റ്റ് ഒൺലി ഇന്ത്യൻ പ്ലെയർ ആരാണ്? PV സിന്ധു ആണ്. അടുത്ത നോക്കിയേ, നമ്മുടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ടോപ്പ് ക്യുസൈൻ ലിസ്റ്റിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ് കിടക്കുന്നത്? 5th പൊസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ റാങ്ക് നോക്കിയേ, ഹയസ്റ്റ് റിസ്ക് ഫോർ മാസ് കില്ലിംഗ് ഇൻ 2022 ആൻഡ് 2023 ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 8th പൊസിഷനാണ്. US റിസർച്ച് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്ത ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മാസ് കില്ലിംഗ് ഇൻ 2022-23 വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതിൽ ഇന്ത്യ കിടക്കുന്നത് 8ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ ഈ വർഷത്തെ 4 ഇമ്പോർട്ടൻ്റ് റാങ്കിങ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മറക്കാണ്ട് പഠിക്കാം. അടുത്ത നോക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ ന്യൂ ബുക്ക് ടൈറ്റിൽ ഫോക്സ് ഇൻ ദ റോഡ് ഹാസ് ബീൻ ഓതേർഡ് ബൈ. ഈ ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. RN മൽഹോത്ര, രംഗരാജൻ, അത് നോക്കിയ രഘുറാം രാജൻ, അതുപോലെ വേണുഗോപാൽ റെഡ്ഡി. നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ രംഗരാജനാണ്. ബുക്കിന്റെ പേര് നോക്കിയേ, ഫോക്സ് ഇൻ ദ റോഡ്. എഴുതിയിരിക്കുന്ന ആരാണ്? രംഗരാജനാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ഒന്ന് നോക്കാം. ഇൻ ദ ന്യൂഡൽഹീസ് ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ എയർ മാർഷൽ PV അയ്യർ, റിട്ടയർഡ് PV അയ്യർ, അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഫിറ്റ് അറ്റ് എനി ഏജ്. നോക്കിയാണല്ലേ, നമ്മുടെ PV അയ്യറുടെ ബുക്കാണ് ഫിറ്റ് അറ്റ് എനി ഏജ്. അതുപോലെ ഇന്ത്യൻ നേവി അറ്റ് 75 റിമൈൻസിങ് ദ വോയേജ് എന്ന് പറയുന്ന ബുക്ക്. നോക്കി ഇതാരെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഫൻസ് റൈറ്റർ ആയിട്ടുള്ള ആർദ്ര ബാനർജി ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അരീത്ര ബാനർജി ആൻഡ് കൊമോഡി രഞ്ജിത് B റായും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ നേവി അറ്റ് 75 റിമൈൻസിങ് ദ വോയേജ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബുക്കാണ് കേട്ടോ. ഫോക്സ് ഇൻ ദ റോഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ നേരത്തെ എന്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫോക്സ് ഇൻ ദ റോഡ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ഒരു 4th വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് as the CEO ആൻഡ് ചെയർമാൻ ഓഫ് ദി റെയിൽവേ ബോർഡ്? ഹേമന്ത് ഗുപ്ത, അനിൽ കുമാർ ലഹോത്രി, അലോക് സിംഗ്, ഷംസീർ സിംഗ്. നിങ്ങളായിരുന്നുവെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് ആണോ നോക്കിയാലോ. ഓക്കെ, അനിൽ കുമാർ ലഹോട്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്? പുതിയ റെയിൽവേ ബോർഡിന്റെ CEO ആൻഡ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ അപ്പോയിൻമെന്റ് നോക്കി, അതിന്റെ ബാക്കി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നോക്കിയേ, ഫസ്റ്റ് ആരോ കിടക്കുന്നത്? അഞ്ജലി പാണ്ഡെ, നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO ഓഫ് ദി
കെമിൻസ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യയുടെ CEO ആണ് ആര്? അഞ്ജലി പാണ്ഡെ. അടുത്ത നോക്കിയേ, ക്യാപ്റ്റൻ ഓഫ് ദി ന്യൂസിലാൻഡ് ടെസ്റ്റ് ടീമിന്റെ ആയിട്ട് വന്നേക്കുന്നതാണ് ടിം സൂത്തെ. ടിം സൂത്തെ ആണ് നമ്മുടെ ന്യൂസിലാൻഡ് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. അടുത്ത നോക്കിയേ, ചാൻസലർ ഓഫ് ഗതിശക്തി വിശ്വവിദ്യാലയ. ക്വസ്റ്റ്യൻ, ഇത് എന്തിനു ചോദിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ BISന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശ്വിനി വൈഷ്ണവ് ആണ് കേട്ടോ. അശ്വിനി വൈഷ്ണവ് ഡിസംബറിലെ BISന്റെ എക്സാമിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചാൻസലർ ഓഫ് ഗതിശക്തി വിശ്വവിദ്യാലയ ആരാണ്? നമ്മുടെ അശ്വിനി വൈഷ്ണവ്. നമ്മുടെ അയർലൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ലിയോ വരദാക്കർ. ഇതും ഇതിനകത്തുണ്ടായിരുന്നു. ഡിസംബറിലെ BISന്റെ എക്സാമിൽ ഉണ്ടായിരുന്നു. ഒരേ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന 2 ക്വസ്റ്റ്യൻ ആണിത്. ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് അയർലൻഡും ലിയോ വരദാക്കർ തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ ന്യൂ ചെയർപേഴ്സൺ ഓഫ് ദി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അതാരാ വന്നേക്കുന്നത്? ദിനേശ് കുമാർ ശുക്ലയാണ്. അടുത്ത നോക്കിയേ, പ്യൂമ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് അനുഷ്ക. ഇത്ര വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു പ്യൂമയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. അടുത്തത് അനുഷ്ക ശർമ്മയാണ്. ന്യൂഡൽഹി ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്റർ, അതിന്റെ പുതിയ ചീഫ് ആയിട്ട് വന്നേക്കുന്ന വ്യക്തിയാണ് ഹേമന്ത് ഗുപ്ത. ഹേമന്ത് ഗുപ്ത. അടുത്ത നോക്കിയേ, ന്യൂ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് CEO ഓഫ് ദി SBI ഫണ്ട് മാനേജ്മെന്റ് ഷംസീർ സിംഗ് ആണ്. നമ്മുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നതാണ് ഷംസീർ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ട ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി SBI ഫണ്ട് മാനേജ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി അപ്പോയിന്റ്മെന്റ്സ് നോക്കിക്കേ. PV വാസുദേവൻ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് ദി ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക്. SFBയുടെ സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ CEO ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ്. അടുത്ത നോക്കിയേ, നമ്മുടെ NHI ചെയർമാൻ ഓഫ് ദി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് വന്നേക്കുന്നതാണ് ആരെന്ന് വിളിക്കുന്നത്? സന്തോഷ് കുമാർ യാദവ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് പറഞ്ഞിരുന്നതിന്റെ ബാക്കിയാണ് കേട്ടോ ഇത്. സന്തോഷ് കുമാർ യാദവ്. അടുത്ത നോക്കിയേ, CEO ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FFSSI. ഓക്കെ, അതാരാ നോക്കിയേ? ഗഞ്ചി കമലാവി റാവു ആണ്. അടുത്ത നോക്കിയേ, ന്യൂ എഞ്ചിനീയർ ഇൻ ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ആയിട്ട് വന്നേക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് വാലിയ. ലഫ്റ്റനന്റ് ജനറൽ അരവിന്ദ് വാലിയ. അടുത്ത നോക്കിയേ, ഫോമർ ഫിനാൻഷ്യൽ സെക്രട്ടറി ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആര്? ഹംസുഖ് അദിയാണ്. അടുത്ത നോക്കിയേ, ഡയറക്ടർ ഓഫ് ബോർഡ് ഓഫ് KSPLC ജോയിന്റ് വെഞ്ചർ ഫേംസ് ബൈ കിർലോസ്കർ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ഡയറക്ടർ ആയിട്ട് വന്നേക്കുന്ന വ്യക്തിയാണ് മാനസി ടാറ്റ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സിലായിട്ട് അപ്പോയിന്റ്മെന്റ് ഒരു സെക്ഷൻ നോക്കി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഫൈനൽ സെക്ഷൻ ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? അതും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നോട്ട്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ December 24 വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. നാഷണൽ മാത്തമാറ്റിക്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് December 22-നാണ്. അടുത്ത നോക്കിയേ, നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ 2022. അത് നമ്മൾ ആഘോഷിക്കുന്ന എന്നാ? 24 ഡിസംബറിനാണ്, 24th ഡിസംബർ. അടുത്ത നമ്മുടെ ക്രിസ്മസ് നമുക്കറിയാം December 25-നാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗുഡ് ഗവർണൻസ് ഡേ 2022, 25th ഡിസംബർ. അപ്പോൾ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേ സ്കീംസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുമായിട്ട് ഈ ആഴ്ച സ്റ്റേറ്റുമായിട്ട് വന്നേക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മധ്യപ്രദേശ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ റെഗുലേറ്റിംഗ് ഓൺലൈൻ ഗാംബ്ലിംഗ് ആൻഡ് ഗെയിമിംഗ് ഇൻ ദ സ്റ്റേറ്റ് ആഫ്റ്റർ എക്സാമിനിങ് ദ ടെക്നിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൺലൈൻ ഗാംബ്ലിങ്ങും ഗെയിമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അടുത്ത നോക്കിയേ, നമ്മുടെ UP ഗവൺമെന്റ് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ആരുമായിട്ടാണ്? US-ഉമായിട്ട് ചേർന്നിട്ട്, US ബേസ്ഡ് ആയിട്ടുള്ള ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിറ്റി ഓഫ് നോളജ്, എ സ്മാർട്ട് സിറ്റി ഓഫ് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UP ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കിയേ, തമിഴ്നാട് ഗവൺമെന്റ് അനൗൺസ്ഡ് ദാറ്റ്. തമിഴ്നാട് ഗവൺമെന്റിനെ പറ്റിയിട്ട് ന്യൂസ് ആണ്. all those who are eligible for benefits other than minor children ആണ് കേട്ടോ, under various government schemes will have to submit proof of having Aadhaar number or get an Aadhaar identification. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള എക്സാംസ് ബെനിഫിറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്കീംസിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു
പോർട്ടൽ ഓപ്പൺ ചെയ്ത് അതിൽ അവരുടെ ആധാറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ന്യൂസിൽ വന്ന കാര്യമാണ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അടുത്ത നോക്കിയേ, 63rd എഡിഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റി അതിൻ്റെ നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചിട്ടാണ്. 63ാമത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റി നടന്നിരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? UP-യിൽ വെച്ചിട്ടാണ്. അടുത്ത നോക്കിയേ, ലഡാക്ക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് പ്രൊപ്പോസ്ഡ് ബോട്ടി ഷുപ്പ അല്ലെങ്കിൽ ജുനിപാറസ് പോളികാർപ്പസ്, അല്ലെങ്കിൽ അടുത്ത ആളെ നോക്കിയേ, ബോട്ടി തെർസനോൺ. അപ്പൊ പേര് നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ വായിക്കുക കേട്ടോ. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രീ ആൻഡ് സ്റ്റേറ്റ് ഫ്ലവർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലഡാക്ക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ സ്റ്റേറ്റ് ട്രീയെയും സ്റ്റേറ്റ് ഫ്ലവറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ, ഷുപ്പ ആൻഡ് തെർസനോൺ ആണ്. നിങ്ങൾ എങ്ങനെ വേണം പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വായിച്ചെടുക്കുക. അതൊക്കെ ആസാം ചീഫ് മിനിസ്റ്റർ ആരാ? ശ്രീ ഹിമന്ത് ബിശ്വ ശർമ്മ. അദ്ദേഹം പുതുതായിട്ടൊരു പാർഷ്യൽ കമ്മീഷനിങ് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി അസിസ്റ്റഡ് ഗുവാഹത്തി വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? നമ്മുടെ ആസാം ഗവൺമെന്റ് പാർഷ്യലി കമ്മീഷൻ ചെയ്യുന്ന, അതുപോലെ ജപ്പാനും കൂടെ ചേർന്നിട്ടുള്ള ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേറ്റീവ് JISA അസിസ്റ്റഡ് ഗുവാഹത്തി വാട്ടർ സപ്ലൈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇവിടെ, അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗുവാഹത്തി ആസാമിലാണ്. ആ പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന കുറച്ച് ഇൻഡെക്സുകളൊക്കെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയുടെ ഷാറൂഖ് ഖാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ റാങ്ക്സും അവാർഡ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ന്യൂസാണ്. ഒന്നൊക്കെ, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ സ്മാർട്ട് സിറ്റീസ് എംപവറിംഗ് സിറ്റീസ് ത്രൂ ഡേറ്റ, അതിന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? പ്ലാറ്റിനം ഐക്കൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്മാർട്ട് സിറ്റീസ് മിഷൻ കാറ്റഗറി ഓഫ് ഡിജിറ്റൽ ഇന്ത്യ അവാർഡ്സ് 2022-ൽ അതിനകത്ത് നമ്മുടെ സ്മാർട്ട് സിറ്റീസ് മിഷൻ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്നത് ഡേറ്റ സ്മാർട്ട് സിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്ന മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് കൊണ്ടുവന്നേക്കുന്ന എന്തിനാണ്? പ്രോഗ്രാമിനാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കുമ്പോൾ ഡേറ്റ സ്മാർട്ട് സിറ്റി ആരാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്കാണ് അവാർഡ് കിട്ടിയത്. ഇങ്ങനെ തന്നെ പഠിച്ചു പോകാം കേട്ടോ. അടുത്ത നോക്കിയേ, ജയ്പൂർ പിങ്ക് പാന്തേഴ്സ്. ഓക്കെ, നമ്മുടെ പ്രോ കബഡി ലീഗ് സീസൺ 9-ലെ ഫൈനലിൽ ജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ജയ്പൂർ പിങ്ക് ആണ്. ഓക്കെ അല്ലേ? പ്രോ കബഡി ലീഗിൽ ജയിച്ചിരിക്കുന്നത് ആരാ? ജയ്പൂർ പിങ്ക് പാന്തേഴ്സ് ആണ് ജയിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറി 2023 അക്കാഡമി അല്ലെങ്കിൽ ഓസ്കാർ അവാർഡിൽ 2023-ൽ ഇന്ത്യൻ ഫിലിമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള ചെല്ലോ ഷോ ദ ലാസ്റ്റ് ഷോ ആണ്. ഓക്കെ അല്ലേ? അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് ഗുജറാത്തി ഫിലിം ആയിട്ടുള്ള ചെല്ലോ ഷോയിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കിയേ, The central government revealed the winners of Sahitya Academy Award for Literature. ഓക്കെ അല്ലേ? സെൻട്രൽ ഗവൺമെന്റിന്റെ സാഹിത്യ അക്കാദമി അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് ഓതർ ആയിട്ടുള്ള മിസ്റ്റർ രാജേന്ദ്രൻ ആണ്. ഓക്കെ അല്ലേ? തമിഴ്നാട് ഓതർ ആയിട്ടുള്ള മിസ്റ്റർ രാജേന്ദ്രൻ ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് എന്ന് പറയുന്നത് കാലാപാനി എന്ന് പറയുന്ന പുസ്തകത്തിനാണ് മിസ്റ്റർ രാജേന്ദ്രൻ എന്ത് കിട്ടിയിരിക്കുന്നത്? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻ്റ് അവാർഡ്, അപ്പോയിൻമെന്റ് സ്കീംസ്, മറ്റു കാര്യങ്ങൾ, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എല്ലാവരും എക്സാംസിന് വേണ്ടി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.